യു ക്യാൻ ചേഞ്ച് യുവർ ഹോൾ ലൈഫ്. ഓഥർ ജോസഫ് മർഫി. നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ചെറിയ മാറ്റമല്ല, മറിച്ച് നിങ്ങളുടെ അസ്തിത്വത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു സമ്പൂർണ്ണ പരിവർത്തനം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ആരോഗ്യം, ബന്ധങ്ങൾ, കരിയർ, മാനസിക സമാധാനം ഇതെല്ലാം ഒരുമിച്ച് മാറിമറിയുന്ന ഒരു വിപ്ലവം. ഇത് കേവലം ഒരു സ്വപ്നമായി തോന്നിയേക്കാം, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് തികച്ചും സാധ്യമാണ്. നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാനുള്ള ശക്തി ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ശക്തി നിങ്ങളുടെ മനസ്സാണ്. കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ്. ഈ അത്ഭുതകരമായ മനസ്സിന്റെ പ്രവർത്തന തത്വങ്ങൾ മനസ്സിലാക്കി അതിനെ നിങ്ങളുടെ അനുകൂലമായി പ്രോഗ്രാം ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുഴുവൻ ജീവിതവും മാറ്റിമറിക്കാൻ കഴിയും. ഇത് വെറും വാക്കുകളല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷിച്ച് വിജയിച്ച ഒരു ശാസ്ത്രീയ പ്രക്രിയയാണ്. ഈ മാറ്റത്തിന്റെ അടിസ്ഥാനം നിങ്ങളുടെ ചിന്തകളുടെ ശക്തിയെക്കുറിച്ചുള്ള അവബോധമാണ്. നിങ്ങളുടെ ഓരോ ചിന്തയും ഒരു വിത്ത് പോലെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നടപ്പെടുന്നു. ഉപബോധ മനസ്സ് ആ വിത്തിനെ മുളപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരുന്നത്. നിങ്ങൾ ഭയത്തെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും ചിന്തിച്ചാൽ അവ നിങ്ങളുടെ ജീവിതത്തിൽ പടർന്നു കയറും. എന്നാൽ നിങ്ങൾ വിശ്വാസത്തെക്കുറിച്ചും സമൃദ്ധിയെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും ചിന്തിച്ചാൽ അവ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും. ഇതൊരു പ്രാപഞ്ചിക നിയമമാണ്. ഗുരുത്വാകർഷണം പോലെ കൃത്യവും അലംഘനീയവുമാണ്. നിങ്ങളുടെ ചിന്തകൾ മാറ്റുക എന്നതാണ് നിങ്ങളുടെ ജീവിതം മാറ്റുന്നതിനുള്ള ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചുവട്. എന്നാൽ ചിന്തകൾ മാത്രം പോരാ, അവയ്ക്കു പിന്നിൽ വികാരത്തിന്റെ ശക്തിയുണ്ടായിരിക്കണം. വികാരമാണ് ചിന്തയെ ജീവിപ്പിക്കുന്നത്. ഒരു ചിന്ത വികാരത്തിന്റെ ഇന്ധനം ലഭിക്കുമ്പോൾ അതൊരു റോക്കറ്റ് പോലെ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കുതിച്ചു ചെല്ലുകയും അവിടെ ശക്തമായ ഒരു മുദ്ര പതിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഞാൻ സമ്പന്നനാണ് എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ദാരിദ്ര്യത്തിന്റെ ഭയമാണെങ്കിൽ ആ സ്ഥിരീകരണം ഫലിക്കില്ല. നിങ്ങളുടെ വാക്കുകളും വികാരവും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ടെങ്കിൽ വികാരമാണ് എപ്പോഴും വിജയിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് അനുസൃതമായ വികാരം നിങ്ങളുടെ ഉള്ളിലുണർത്താൻ പഠിക്കണം. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം സഫലമായതുപോലെ ആ നിമിഷത്തിന്റെ സന്തോഷവും കൃതജ്ഞതയും സമാധാനവും അനുഭവിക്കുക. ഈ വികാരമാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം വേഗത്തിലാക്കുന്നത്. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘട്ടം ഭൂതകാലത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കുക എന്നതാണ്. നിങ്ങളുടെ മുൻകാല തെറ്റുകൾ, പരാജയങ്ങൾ, മുറിവുകൾ എന്നിവയിൽ നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ടാകാം. ഈ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുകയും മുന്നോട്ടുള്ള നിങ്ങളുടെ പ്രയാണത്തെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. ഭൂതകാലം മരിച്ചുപോയി. അതിനെ തിരികെ കൊണ്ടുവരാനോ മാറ്റാനോ നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് കഴിയും. ഇന്ന് ഈ നിമിഷം ഭൂതകാലത്തോട് വിട പറയുക. ഞാൻ എന്റെ ഭൂതകാലത്തെ വിട്ടയക്കുന്നു. ഞാനിപ്പോൾ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുക. ഈ വിട്ടയക്കൽ നിങ്ങളുടെ മനസ്സിനെ ഭാരമുക്തമാക്കുകയും പുതിയ സാധ്യതകൾക്കായി തുറന്നിടുകയും ചെയ്യുന്നു. അതുപോലെ പ്രധാനമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നതും. നീരസവും പകയും നിങ്ങളുടെ മനസ്സിനെ വിഷലിപ്തമാക്കുന്ന വികാരങ്ങളാണ്. അവ നിങ്ങളുടെ മാനസിക ഊർജ്ജത്തെ അപഹരിക്കുകയും നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെ പോലും ബാധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഒരാളോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയെയല്ല, നിങ്ങളെ തന്നെയാണ് ശിക്ഷിക്കുന്നത്. ക്ഷമ എന്നത് മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു സമ്മാനമല്ല, മറിച്ച് നിങ്ങൾ സ്വയം നൽകുന്ന ഒരു സമ്മാനമാണ്. അത് നിങ്ങളെ ഭൂതകാലത്തിന്റെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിച്ച് നിങ്ങളുടെ ഊർജ്ജം പൂർണ്ണമായും നിങ്ങളുടെ ഭാവി സൃഷ്ടിക്കുന്നതിൽ കേന്ദ്രീകരിക്കാൻ അനുവദിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് നീരസമുള്ള എല്ലാവരോടും ക്ഷമിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാരം ഇറക്കി വെക്കുന്നത് പോലെയായിരിക്കും. നിങ്ങളുടെ ആത്മപ്രതിച്ഛായ മാറ്റുക എന്നതാണ് അടുത്ത നിർണായക ചുവട്. നിങ്ങൾ സ്വയം എങ്ങനെ കാണുന്നുവോ അങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അങ്ങനെയാണ് നിങ്ങൾ ആകുന്നത്. നിങ്ങൾ സ്വയം ഒരു പരാജിതനായി, ദരിദ്രനായി, രോഗിയായി കാണുന്നുവെങ്കിൽ നിങ്ങൾ അത് തന്നെയായിരിക്കും. എന്നാൽ നിങ്ങൾ സ്വയം ഒരു വിജയിയായി, സമ്പന്നനായി, ആരോഗ്യവാനായി കാണാൻ തുടങ്ങിയാൽ നിങ്ങൾ ആ ചിത്രവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ഭാവനയിൽ ഒരു പുതിയ സ്വയം ചിത്രം സൃഷ്ടിക്കുക. നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ വ്യക്തമായ ഒരു മാനസിക ചിത്രം നിർമ്മിക്കുക. ആ ചിത്രത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്? ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാതെ സൂക്ഷിക്കുക. അതാണ് നിങ്ങളാകാൻ പോകുന്ന വ്യക്തി. ഈ മാറ്റങ്ങൾക്കെല്ലാം ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള സമയം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാം. ഉറക്കത്തിന്റെ തൊട്ടുമുമ്പുള്ള ആ മയക്കത്തിൽ നിങ്ങളുടെ ബോധമനസ്സ് പിൻവാങ്ങുകയും ഉപബോധമനസ്സ് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ ഉപബോധമനസ്സിന് നൽകുന്ന നിർദ്ദേശങ്ങൾ അത് നേരിട്ടും ശക്തമായും സ്വീകരിക്കുന്നു. അതുകൊണ്ട് എല്ലാ രാത്രിയും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ
അതിന്റെ ഒരു ചെറിയ രംഗം ഭാവനയിൽ കാണുക. ആ രംഗത്തിൽ നിങ്ങൾ സന്തോഷവാനും ആരോഗ്യവാനും സമ്പന്നനും സ്നേഹിക്കപ്പെടുന്നവനുമായിരിക്കുക. ആ രംഗത്തിന്റെ വികാരം അനുഭവിക്കുക. എന്നിട്ട് ആ സന്തോഷകരമായ വികാരത്തിൽ ലയിച്ചു ഉറങ്ങുക. രാത്രി മുഴുവൻ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ ചിത്രം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംസാരം നിങ്ങളുടെ വിധിയുടെ പ്രവചനമാണ്. ഞാൻ ദരിദ്രനാണ്, എനിക്ക് സാധിക്കില്ല, എന്റെ ജീവിതം ദുരിതപൂർണമാണ് എന്നിങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. പകരം ഞാൻ സമൃദ്ധിയിലാണ്, എനിക്കെല്ലാം സാധിക്കും, എന്റെ ജീവിതം അനുഗ്രഹപൂർണമാണ് എന്നിങ്ങനെ പറയുക. ആദ്യം ഇത് സ്വയം വഞ്ചനയായി തോന്നിയേക്കാം. എന്നാൽ ഇത് സ്വയം വഞ്ചനയല്ല, മറിച്ച് നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യം മുൻകൂട്ടി പ്രഖ്യാപിക്കുകയാണ്. ഒരു വിത്ത് നട്ടതിനു ശേഷം അതൊരു ചെടിയാകുമെന്ന് കർഷകൻ പ്രഖ്യാപിക്കുന്നത് പോലെ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ജീവിതമെന്ന തോട്ടത്തിൽ നിങ്ങൾ നടുന്ന വിത്തുകളാണ്. നല്ല വിത്തുകൾ നടുക. നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ നിങ്ങളൊരു പുതിയ മാനസിക ഭക്ഷണക്രമം ആരംഭിക്കണം. നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് പ്രവേശിക്കുന്നു എന്നതിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുക. നെഗറ്റീവ് വാർത്തകൾ, നിരാശാജനകമായ സംഭാഷണങ്ങൾ, ഭയപ്പെടുത്തുന്ന ചിത്രങ്ങൾ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുക. പകരം പ്രചോദനാത്മകമായ പുസ്തകങ്ങൾ വായിക്കുക, ഉന്നമനം നൽകുന്ന ഓഡിയോകൾ കേൾക്കുക, പോസിറ്റീവ് ആളുകളുമായി മാത്രം സഹവസിക്കുക. നിങ്ങളുടെ മനസ്സ് ഒരു വിശുദ്ധ ക്ഷേത്രമാണ്. അതിൽ നന്മയും സൗന്ദര്യവും സത്യവും മാത്രമേ പ്രവേശിക്കാവൂ. ഈ പുതിയ മാനസിക ഭക്ഷണക്രമം നിങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ സ്വാഭാവികമായും മാറ്റിമറിക്കുകയും ചെയ്യും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ശരീരത്തെ നിർമ്മിക്കുന്നതുപോലെ നിങ്ങൾ മനസ്സിലേക്കെടുക്കുന്ന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ നിർമ്മിക്കുന്നു. ഈ പ്രക്രിയയിൽ ക്ഷമ അത്യാവശ്യമാണ്. ഒരു രാത്രി കൊണ്ട് ഒരു വിത്ത് വലിയൊരു വൃക്ഷമാകില്ല. അതുപോലെ നിങ്ങളുടെ പുതിയ ചിന്തകൾ ഉടനടി ഫലം നൽകണമെന്നില്ല. പക്ഷേ നിങ്ങൾ അവയെ നിരന്തരം പരിപാലിക്കുകയും വിശ്വാസത്തോടെ കാത്തിരിക്കുകയും ചെയ്താൽ അവ തീർച്ചയായും ഫലം നൽകും. ഇടയ്ക്ക് സംശയം വന്നാൽ അതിനെ ശ്രദ്ധിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് കണ്ണെടുക്കാതെ മുന്നോട്ടു പോകുക. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് ഒരു ചുവടുകൂടി അടുക്കുന്നു. വിശ്വാസം വയ്ക്കുക, പ്രവർത്തിക്കുക. ഫലം നിങ്ങളെ തേടിവരും. ഓർക്കുക, നിങ്ങൾ ജനിച്ചത് മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമാണ്. നിങ്ങളുടെ ഉള്ളിൽ അനന്തമായ സാധ്യതകൾ ഉറങ്ങിക്കിടക്കുന്നു. ഇന്ന് അവയെ ഉണർത്തുക. നിങ്ങളുടെ ചിന്തകൾ മാറ്റുക. നിങ്ങളുടെ ജീവിതം മാറും. ഇതൊരു വാഗ്ദാനമാണ്, ഒരു പ്രാപഞ്ചിക നിയമമാണ്. നിങ്ങളുടെ മനസ്സിന്റെ അത്ഭുത ശക്തിയിൽ വിശ്വസിക്കുക. നിങ്ങളുടെ മുഴുവൻ ജീവിതവും മാറ്റിമറിക്കാനുള്ള നിങ്ങളുടെ യാത്ര ഇന്ന് ആരംഭിക്കുക. നിങ്ങളുടെ പുതിയ ജീവിതം നിങ്ങളുടെ പുതിയ ചിന്തകളിൽ നിന്ന് ആരംഭിക്കുന്നു. ആ ചിന്തകൾ ഇന്ന് തന്നെ തെരഞ്ഞെടുക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പിന്തുണ അറിയിക്കുക. ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പ്രചോദനമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഷെയർ മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനത്തിന് വിത്തുപാകിയേക്കാം. നിങ്ങളുടെ ജീവിതം അത്ഭുതകരമാകട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും നിങ്ങളെ തേടി വരട്ടെ. നിങ്ങൾ വിജയിക്കും. കാരണം വിജയം നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള ആദ്യ ചുവട് ഇപ്പോൾ ആരംഭിക്കുക.